ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചായ ബേക്കറി കട്ടൻ ചായ. ചായയിലൊരു പദമുണ്ട്. അതെന്താണെന്ന് പറയുക, കുഴൽ കിണറ്റിൽ വെള്ളമായതുകൊണ്ട് കേട്ടോ. ചായ ഇങ്ങനെ കറുത്തു ഇരിക്കും, പതയുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്നറിയോ, കുറേ നാളായിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. ക്ഷീണം, എന്ത് മരുന്ന് കഴിച്ചാലും ക്ഷീണം വിടൂല. കുറേ നാളായിട്ടെന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലുണ്ട്. പക്ഷെ അന്നൊക്കെ ബ്ലഡ് കുറവാന്ന് പറഞ്ഞിട്ട് അതിനുള്ള മരുന്നുകളാണ് കഴിച്ചിരുന്നത്. പക്ഷെ എത്ര ബ്ലഡ് കുറയാറുണ്ട്, ഒരു 10 ഒക്കെ ഉണ്ടാവാറുള്ളൂ. 12 വേണമെന്നല്ലേ, എപ്പോഴും 10 ഉണ്ടാവുള്ളൂ. 12 തീരാവില്ല. ഇപ്പോൾ 12 മരുന്നൊക്കെ കഴിച്ച് 12 ആയാലും അത് 2 മാസം കഴിയുമ്പോൾ വീണ്ടും 10 തന്നെ വന്ന് നിൽക്കും. അങ്ങനത്തെ ബ്ലഡ് കുറവിൻ്റെ ക്ഷീണമൊന്നും അല്ലായിരുന്നു അന്ന്. ഭയങ്കരമായിട്ട് ക്ഷീണം തന്നെ. ക്ഷീണം വന്നാൽ നമ്മൾ എന്താ ചെയ്യുക, കിടക്കും. കിടന്നാലും പറ്റില്ല, പിന്നെ ഇങ്ങനെ അവിടെ നിന്നും തളർന്നിങ്ങനെ പോണ പോലെ തോന്നും. അങ്ങനെ കുറേ കാലമൊക്കെ ഒരു ജോലി ഉണ്ടായിരുന്നു. ഒരു 15-ാം വയസ്സ് മുതൽ ഒരു കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ജോലിക്കും പോകണം. അപ്പോൾ ജോലിക്ക് പോകാന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്നിട്ട് ചെയ്യുന്ന ജോലിയായിരുന്നു. വീട്ടിലിരുന്ന് ചെയ്തിട്ട് കമ്പനിയിൽ കൊണ്ടുപോയി കൊടുക്കണ ജോലിയായിരുന്നു. അവിടെ കൊണ്ടുപോയി കൊടുക്കണ ജോലിയായിരുന്നു. എന്നിട്ട് പിന്നെ നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരാം, വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരാൻ പറ്റും. അങ്ങനത്തെ ഒരു ജോലി. അപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ പക്ഷെ എപ്പോഴും കിടക്കണം എന്നുള്ള വിചാരം. കുറച്ച് ചെയ്യും, വീണ്ടും അവിടെ കിടക്കും. എന്നിട്ട് അവിടെ നിന്ന് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും എണീക്കും, വീണ്ടും കുറച്ച് ജോലി ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ കുറച്ചൊക്കെ പ്രായമായപ്പോൾ അതിലിടയ്ക്ക് ഇംഗ്ലീഷ് മരുന്നിനായിട്ടും നല്ലത് ആയുർവേദമാണെന്ന് തോന്നിയിട്ട് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ട് കുറയണില്ലായിരുന്നു. അപ്പോൾ ഈ ക്ഷീണം മാറുണ്ടായിരുന്നില്ല. ഭയങ്കര കൈകാല് കുഴച്ചിലും തളർച്ചയും ഒക്കെ ഇരുന്നു. അപ്പം അങ്ങനെ ഇവിടെ ഒരു ആയുർവേദ ഹെൽത്ത് ഉണ്ട്, പഞ്ചായത്തിൻ്റെ വക ഉള്ളൊരു ഹെൽത്ത് ആശുപത്രി ഉണ്ട്, ആയുർവേദം. അവിടെ പോയിട്ട് മരുന്നൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അവിടെ പോയി ഡോക്ടർമാരെന്തെങ്കിലുമൊക്കെ മരുന്ന് കഷായം കാര്യങ്ങളൊക്കെ തരും, അതൊക്കെ കഴിക്കും. അപ്പോൾ പിന്നെ 1 മാസത്തിന് 2 മാസത്തിന് ഒരു കുറവുണ്ടാവും. അപ്പോഴും കറക്റ്റായിട്ട് ആ ക്ഷീണം മാറുണ്ടാവില്ല, ഫുള്ളായിട്ട് മാറുണ്ടാവില്ല. ആ ക്ഷീണം അപ്പോഴും ഉണ്ടാവും. പക്ഷേ ഈ കിടക്കണേനൊക്കെ ഇത്തിരി കുറവുണ്ടാവും. നമുക്ക് കിടക്കാൻ തോന്നുന്ന അതില്ല, ഇതിനൊക്കെ ഒരു കുറവുണ്ടാവും. അങ്ങനെ പിന്നെ മുളക് ചായ കടിക്കല്ല കേട്ടോ, മുളക് അച്ചാറുണ്ടാക്കാൻ പോവാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ആയിരുന്നു കേട്ടോ. അങ്ങനായിട്ട് കുറച്ച് നാൾ മുന്നേ ഇതേപോലെ ആ ഡോക്ടറെ അടുത്ത് തന്നെ ജസ്റ്റ് ഇങ്ങനെ വല്ലാതെ പിന്നെയും കൂടിയപ്പോൾ ഒന്ന് കൊണ്ടുപോയി വെറുതെ അല്ല, എനിക്ക് ഉണ്ടായിരുന്ന ജോലി ഞാൻ നിർത്തിയിട്ട് വേറൊരു ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചും കൂടി ഭാരമുള്ള ജോലിയാണ്. വീട്ടിൽ നിന്ന് രാവിലെ പോകണം, വൈകിട്ടേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ജോലിക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ക്ഷീണം തോന്നുമ്പോൾ കിടക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അപ്പോൾ കുറച്ച് കഷായം എന്തെങ്കിലുമൊക്കെ കഴിച്ച്, കുറച്ച് മരുന്നും ലേഹ്യങ്ങളുണ്ടാവും, ചൂർണങ്ങളുണ്ടാവും. അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മാസത്തേക്കൊക്കെ ഒരുവിധം കുറച്ചൊക്കെ ഒന്ന് പിടിച്ച് നിൽക്കാൻ പറ്റും. അപ്പം നാവിവരൊന്ന് പറയാച്ചിട്ടാണ് പോയത്. എന്നെ കണ്ടപാട് വല്ലാതെ ശരീരമൊക്കെ ഇങ്ങനെ മെലിഞ്ഞായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് വാ, എന്നിട്ട് മരുന്ന് കഴിക്കാം. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വന്നാൽ മതി. നാളെ കൊടുത്താൽ മറ്റന്നാളെ റിസൾട്ട് കിട്ടുള്ളൂ.
അപ്പം ഇന്ന് തന്നെ കൊടുക്കച്ചെങ്കിൽ നാളെ കിട്ടും, എന്തായാലും മറ്റന്നാൾ വന്നാൽ മതി, നാളെ ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പം അങ്ങനെ പോയി, അന്ന് തന്നെ പോയി ടെസ്റ്റ് ചെയ്ത്, എന്നിട്ട് പിറ്റേന്ന് റിസൾട്ട് പോയി വാങ്ങി. എന്നിട്ട് അതിൻ്റെ പിറ്റേന്ന് ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഡോക്ടർ അതിലൊരു എന്തോ ഒരു വാദത്തിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. എന്നിട്ട് അതിനുള്ള മരുന്ന് എഴുതുന്നു. അപ്പം എന്നോട് 3 വർഷം മരുന്ന് മുടങ്ങാതെ കഴിക്കണം പറഞ്ഞു, എന്നാലേ അത് മാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം 3 വർഷം കഴിക്കാൻ പറഞ്ഞാൽ എനിക്ക് പേടിയായി. അപ്പോൾ ഒരു 15 ദിവസത്തെ മരുന്നിന് 1000 രൂപയോളം വരുന്നത്. ഞാനും ഒരു മാസം പണിയെടുത്ത് എനിക്ക് 1000 രൂപ കിട്ടുള്ളൂ. എൻ്റെ 2 കുട്ടികളുടെ ചിലവും കഴിയണം, എൻ്റെ ചിലവ് കഴിയണം, എൻ്റെ വീട് കഴിയണം, ഒക്കെ വേണം. അപ്പോൾ എനിക്കൊന്ന് പേടിയായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിക്കണ്ട, 41 ദിവസം കഴിച്ചിട്ട് പിന്നെ നിർത്താം, എന്നിട്ട് കറക്റ്റ് 90 ദിവസം കഴിയുമ്പോൾ കറക്റ്റ് ആ 90ാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് 41 ദിവസം കഴിക്കുക, എന്നിട്ട് പിന്നെ 3 മാസം നിർത്തുക, 90ൻ്റെ അന്ന് വീണ്ടും തുടങ്ങുക, അങ്ങനെ 3 മാസം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് സമാധാനമായി. അപ്പം 41 ദിവസത്തെ മരുന്നല്ല വാങ്ങണ്ടുള്ളൂ. അപ്പോൾ കഴിക്കാൻ തീരുമാനിച്ചിട്ട് ഒരു 1.5 വർഷം കഴിച്ചിട്ടുണ്ടാവും. അങ്ങനെ 41 ദിവസം കഴിച്ച് 3 മാസം ഇടവിട്ട് വീണ്ടും 41 ദിവസം കഴിച്ച് അങ്ങനെ ഒരു 1.5 വർഷം കഴിച്ചിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് ഏതാണ്ട് ആ ക്ഷീണം അങ്ങോട്ട് ഫുള്ളായിട്ട് വിട്ടില്ലെങ്കിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യാന്നുള്ളൊക്കെ ഒരവസ്ഥയായി. അപ്പോൾ ഞാനതവിടെ നിർത്തി. എൻ്റെ സാഹചര്യങ്ങൾ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ വേറെ ഇവിടെ പ്രശ്നങ്ങളൊക്കെ ആയി, വീടുമ്പോൾ കുറച്ച് പണി ഉണ്ടായിരുന്നു, മോളുടെ കല്യാണം ശരിയായി, അങ്ങനെയൊക്കെ ആയൊക്കെ വിൽക്കാൻ മരുന്ന് കഴിക്കാനായിട്ട് പറ്റിയില്ല. എന്നിട്ട് ഞാനതങ്ങനെ പിന്നെ അവിടെ നിർത്തിയിട്ട് പിന്നീട് ഞാനൊരു 5 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ആ ക്ഷീണം അങ്ങനെ തുടങ്ങിയപ്പോൾ ഞാൻ ഇംഗ്ലീഷ് മരുന്ന് തന്നെ പോയി ഒന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ തൈറോയ്ഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കട്ടോ, തൈറോയ്ഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞ്. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ തൈറോയ്ഡ് ഉണ്ട്. എന്നോട് ഗുളിക കഴിക്കാൻ പറഞ്ഞ്, മുടങ്ങാതെ കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ കഴിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ വെറും വയറ്റിൽ കഴിക്കാനേ പറഞ്ഞത് വെറും വയറ്റിൽ തൈറോയ്ഡിൻ്റെ ഒരു ഗുളിക വെറും വയറ്റിൽ കഴിക്കണം എന്നാണ്. അങ്ങനെ കുറച്ച് നാളൊക്കെ കഴിച്ചിട്ട് എനിക്ക് ആ ക്ഷീണം വീടുണ്ടായില്ല. എന്നാലും ഞാൻ ജോലിയൊക്കെ ചെയ്തിരുന്നു കേട്ടോ, വീട്ടിലിരിക്കണ പണിയല്ല അത്. ആ ജോലി ഒഴിവാക്കിയിട്ട് വേറെ ജോലിക്ക് പോയി. അപ്പോൾ ആ പണിക്കൊക്കെ ഞാൻ പോയിരുന്നു. പക്ഷേ ക്ഷീണം ഇവിടെ വിടുന്നില്ല. എന്നിട്ട് അങ്ങനെ ഇടയ്ക്ക് ബ്ലഡ് ചെക്ക് ചെയ്യും. അപ്പോൾ ബ്ലഡ് 10 പോയിൻ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ 11 ഉണ്ടാവും, ചിലപ്പോൾ 11.5 ഉണ്ടാവും. ബ്ലഡിനൊന്നും കുറവില്ല എന്ന് പറയും അവർ. അങ്ങനായിട്ട് ഇപ്പോൾ അടുത്തൊരു 3 മാസം മുന്നേ ഇതുപോലെ ഭയങ്കരമായിട്ട് ക്ഷീണമായപ്പോൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു തൈറോയ്ഡ് ഒന്ന് ചെക്ക് ചെയ്യണം പറഞ്ഞു. തൈറോയ്ഡ് ചെക്ക് ചെയ്തപ്പോൾ ഉണ്ട്, തൈറോയ്ഡ് ഉണ്ട്. അപ്പം ഗുളിക മുടങ്ങാതെ കഴിക്കണം, ഗുളിക നിർത്തരുത്. പിന്നെ ഗുളിക കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു എപ്പോഴും മറക്കുന്നുണ്ട്, മറക്കാൻ പാടില്ല, അത് നമുക്ക് കഴിക്കണം, എന്തായാലും നിർബന്ധമായിട്ടും കഴിക്കണം, അപ്പം മറക്കാനൊന്നും പാടില്ല തന്നെ. പിന്നെ അപ്പം എന്നോട് പറഞ്ഞ് ഗുളിക കഴിച്ച് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാൻ പാടുള്ളൂ എന്നാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യൽ തുടങ്ങി. അപ്പോൾ അങ്ങനെ എന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞ്, അവൾക്കും തൈറോയ്ഡ് ഉണ്ട്. അപ്പോൾ തൈറോയ്ഡിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ഡോക്ടറിനോട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടും ഗുളിക കഴിക്കാനാണ് പറഞ്ഞത്, ഗുളിക കഴിച്ച് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനാണ് പറഞ്ഞിരുന്നത്. ഞാനാണെങ്കിൽ എങ്ങനെ കഴിക്കാന്ന് വെച്ചെങ്കിൽ ഗുളിക കഴിക്കും, അതിൻ്റെ മേലെ കട്ടൻ ചായ കുടിക്കും, എന്തെങ്കിലും ബേക്കറി ഇതേപോലെ എന്തെങ്കിലും ബേക്കറി ഉണ്ടെങ്കിൽ അതും കഴിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അത് നമുക്ക് ആ റിസൾട്ട് കിട്ടാണ്ടിരുന്നത്. അപ്പോൾ ആ കൂട്ടുകാരി എന്നോട് പറഞ്ഞ് 1/2 മണിക്കൂറല്ല താത്ത, ശരിക്കും 1 മണിക്കൂർ കഴിയണം, എന്നിട്ടാണ് കഴിക്കാൻ പാടുള്ളൂ, എന്നാലൊരു ചുരുങ്ങിയത് ഒരു 1/2 മണിക്കൂർ എന്ന് അവർ പറയണതാണ്, ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കാൻ പാടുള്ളൂ എന്ന്. അപ്പോൾ അവളങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഗുളിക കഴിച്ച് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കട്ടൻ ചായ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ കഴിക്കൽ തുടങ്ങിയപ്പോൾ എന്തായി, ആ ക്ഷീണം എത്ര നാൾ കൊണ്ട് കിടന്ന ക്ഷീണം എന്നറിയിക്കണം, ആ ക്ഷീണം അങ്ങോട്ട് മാറി എന്നുള്ളതാണ്. ക്ഷീണം മാറി ഇപ്പം എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകുന്നുണ്ട്,
പകലന്തിയോളം പണിയെടുത്താലും ഒരു കുഴപ്പമില്ല. മറ്റേത് ഒരു എന്തെങ്കിലും നമ്മുടെ അടുക്കളയിൽ തന്നെ എന്തെങ്കിലും ഒരു ചോറും കറിയും വെച്ച് ഇങ്ങോട്ട് പോകുന്ന പിന്നെ അവിടെ പോയി കിടക്കണോ 2-3 മണിക്കൂർ കിടന്നിട്ട് പിന്നെ അവിടെ നിന്ന് എനിക്ക് വന്നിട്ട് വേറൊരു ജോലി ചെയ്യുള്ളൂ. അങ്ങനത്തൊക്കെ ഒരവസ്ഥയായിരുന്നു. ഇപ്പോൾ തടവില്ലാണ്ട് പണി രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 10 മണി വരെ ഒരു ജോലി അല്ലെങ്കിൽ ഒരു ജോലിക്കും പോകുന്നുണ്ട്. അതൊക്കെ അതിലിടെ കാൽനടയാത്രക്ക് പോകുന്നുണ്ട്. ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ക്ഷീണം അങ്ങോട്ട് വിട്ടു എന്ന് പറയുന്നു. അപ്പം അത്ര ഉണ്ടായിരുന്നുള്ള കാര്യം. അവിടേക്ക് എത്താനായിട്ട് ഒരുപാട് കാലെടുത്ത്. എന്നാൽ ശരി, ഓക്കെ.